300-നടുത്ത് യാത്രക്കാർ മരിക്കുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മഹാദുരന്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. നിരവധി തീവണ്ടി അപകടങ്ങളാണ് ഇക്കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തെ നടുക്കിയ ചില സമീപകാല തീവണ്ടി അപകടങ്ങൾ പരിശോധിക്കാം. 1981 ജൂണിലുണ്ടായ ബീഹാർ ട്രെയിൻ ദുരന്തമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ട്രെയിൻ അപകടം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ട്രെയിൻ അപകടം കൂടിയാണിത്. ബീഹാറിലെ ബാലാഘട്ടിൽ ചുഴലിക്കാറ്റുണ്ടാവുകയും ട്രെയിനിന്റെ 9 ബോഗികൾ പാളം തെറ്റി 7 എണ്ണം ബാഗ്മതി നദിയിലേക്ക് വീഴുകയും ചെയ്തു. അപകടത്തിൽ 800 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ദിവസങ്ങൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിലാണ് നദിയിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. മറ്റൊരു തീവണ്ടി അപകടമായിരുന്നു 1988 ജൂലൈ 8-ന് കേരളത്തിന്റെ നെഞ്ചു തകർത്ത പെരുമൺ അപകടം. അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ പാലത്തിൽ ട്രെയിൻ പാളം തെറ്റുകയായിരുന്നു. കായലിൽ അന്ന് ജീവൻ പൊലിഞ്ഞത് 100-ലധികം പേർക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ 10 ബോഗികളാണ് പാളം തെറ്റി കായലിലേക്ക് വീണത്. 1995 ഓഗസ്റ്റ് 20-ന് ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 350 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പുലർച്ചെ 2:55-ന് കാൺപൂരിൽ നിന്നുള്ള കാളിന്തി എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്ന പുരുഷോത്തം എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ വെലുങ്കൊണ്ടയ്ക്ക് സമീപം ട്രെയിൻ പാളം തെറ്റുകയും 100ഓളം പേർ മരിക്കുകയും ചെയ്തത് 2005 ഒക്ടോബറിലാണ്. 2016 നവംബർ 20-നാണ് കാൺപൂരിലെ പുക്രായിന് സമീപം ഇൻഡോർ പാട്ന എക്സ്പ്രസ് പാളം തെറ്റി 150ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പാളം തെറ്റിയും സിഗ്നൽ തകരാർ മൂലവുമാണ്. എന്നാൽ വർഷങ്ങളായി തുടരുന്ന പിഴവുകൾ ഇല്ലാതാക്കാൻ കഴിയുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.